ശശി തരൂർ എംപിയെ പരസ്യമായി തള്ളി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. തരൂരിന്റെ നിലപാട് മാറ്റം വരെ തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു. തരൂരിനെതിരെ ആഞ്ഞടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും രംഗത്തെത്തി. തരൂരിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകളായിരുന്നു ശശി തരൂർ എംപി കഴിഞ്ഞ ദിവസം വരെ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് തരൂരിനെ പരസ്യമായി തള്ളി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. തരൂരിനെ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടില്ലെന്നും നിലപാട് മാറ്റും വരെ തിരുവനന്തപുരത്ത് പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. ഞങ്ങളെ കൂട്ടത്തിൽ കൂടിയതായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നടപടി വേണോ വേണ്ടെന്നുള്ള ദേശീയ നേതൃത്വം തീരുമാനിക്കും. അതേ നിലപാട് തീർത്ഥാടത്തോളം കാലം തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ പങ്കെടുപ്പിക്കും. അദ്ദേഹം ബഹിഷ്കരിക്കാതെ ഞങ്ങളും കൂടി ഇല്ല. പിന്നെ കോൺഗ്രസ് നേതാക്കളുടെയും അനുയായികളുടെയും വെറുപ്പിന് കാരണക്കാരനാണ് തരൂരെന്നും പാർട്ടി പുറത്താക്കണമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ദില്ലിയിൽ ആഞ്ഞടിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദമാണ്, മനസ്സിലായില്ലേ? ആ ഒറ്റപ്പെട്ട ശബ്ദം കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ ഒരിക്കലും പാർട്ടി പുറത്താക്കില്ല എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. ഇപ്പോൾ ഏറെക്കുറെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള സകല പ്രവർത്തകരും നേതാക്കന്മാരും കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും വെറുപ്പിനും അപ്രീതിക്കും ശ്രീ ശശി തരൂർ പാത്രീഭൂതമായിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ കോൺഗ്രസ് പരിപാടികളിൽ തരൂരിന് വിലക്കേർപ്പെടുത്തിയതും ചർച്ചയായിരുന്നു. പിന്നാലെ പാർട്ടിക്കല്ല മറ്റു പല കാര്യങ്ങൾക്കുമാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നതെന്ന തുറന്ന പ്രസ്താവനയുമായാണ് കഴിഞ്ഞ ദിവസം തരൂർ രംഗത്തെത്തിയത്. ഈ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വമാണ് തരൂരിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.